ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ചക്കയുടെ സീസണൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചക്ക കൊണ്ടുണ്ടാക്കുന്ന ചക്ക അടയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചക്കയുടെ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 300-350 ഗ്രാം അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അടയൊക്കെ തയ്യാറാക്കുമ്പോൾ ഗോതമ്പ് പൊടിയിൽ ചക്കയടയൊക്കെ തയ്യാറാക്കുമ്പോൾ ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. അതിനുശേഷം പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങയുടെ പകുതിയോളം ചിരവി എടുത്തതും കൂടിയാണ്. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഏലക്കയും ജീരകവും ചെറുതായിട്ടൊന്ന് ചതച്ച് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ അളവിൽ മതിയാവും. അതിനുശേഷം പിന്നീട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾക്ക് കൂഴച്ചക്കയാണ് എപ്പോഴും ചക്കയട ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ആ ചക്കയുടെ ആ ഒരു ഈർപ്പം ഉണ്ടല്ലോ, അതിൽ മാത്രമാണ് നമ്മൾ ഈ മാവ് കുഴച്ച് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഒരു 2-3 ദിവസം വരെയൊക്കെ നമ്മൾക്ക് ഈ ചക്കയട കേടുകൂടാതെ കിട്ടുകയും ചെയ്യും. നമ്മൾ വെള്ളം ചേർത്താൽ പെട്ടെന്ന് ഇത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ നമ്മളുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. ചക്കയടയിൽ നമ്മൾക്ക് മാവിനേക്കാൾ കൂടുതൽ, അതായത് ഗോതമ്പ് പൊടിയേക്കാൾ കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടതും ചക്ക തന്നെയാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ ഇതേപോലെ വാഴ ഇലയിൽ കുമ്പിൾ തയ്യാറാക്കി അതിലാണ് നമ്മൾ ഈ മാവ് നിറച്ച് പിന്നെ ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാ മാവും ഇതേപോലെ കുമ്പിളാക്കി ഇതേപോലെ ഞാനൊരു ഇഡലിക്കുട്ടത്തിൻ്റെ തട്ടിലേക്ക് ഓരോരോ തട്ടുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾക്കൊരു 20 മിനിറ്റോളം നമ്മൾക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചക്കയുടെ എല്ലാം ഫില്ല് ചെയ്ത് 20 മിനിറ്റോളം നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മളുടെ ചക്കയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു അടയാണ്. അപ്പോൾ ചക്കയുടെ സീസണൊക്കെയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.